ഭാഗമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പക്ഷേ 11 വർഷമായി ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റുകള് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ നാടിന് കൈമാറിയ ഏറ്റവും മഹത്തരമായ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായ ബോധപൂർവമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ദൗർഭാഗ്യകരമായ ഒരു കാലഘട്ടത്തിലാണ് ഈ രാജ്യത്തെ കോടിക്കണക്കായ കോൺഗ്രസ് പ്രവർത്തകർ ഈ നാടിന്റെ ആത്മാവിനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി തന്റെ ജീവിതം ഈ നാടിനായി സമർപ്പിച്ചുകൊണ്ട് ആത്മധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകുന്ന രാഹുൽ ഗാന്ധിയുടെ പിറകെ ഞങ്ങളുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വന്നിട്ടുള്ളത്. ഞങ്ങളുടെ നായകൻ ആധുനിക ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു ത്യാഗോജ്ജലമായ പോരാട്ടം നടത്തിയ നേതാവില്ല. ഈ രാജ്യം സ്വാതന്ത്ര്യമായതിനു ശേഷം ഈ രാജ്യത്തിന്റെ വിരിമാറിലൂടെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ മഴയെയും മഞ്ഞിനെയും വെയിലിനെയും താണ്ടി മനുഷ്യ മനസ്സുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു നായകനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട്, ഇന്ത്യക്കുണ്ട്. ആ നായകന്റെ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ മനുഷ്യരൊന്നടങ്കം ഒറ്റക്കെട്ടായി പറയുന്നു ഈ രാജ്യത്തിന്റെ ജനാധിപത്യ അവകാശങ്ങൾ. ഈ രാജ്യത്ത് 18 വയസ്സ് പൂർത്തിയായ മനുഷ്യർക്ക് വോട്ടവകാശം നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാ അർത്ഥത്തിലും ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ പ്രിയപ്പെട്ട ഷാഫി പറമ്പില് കടന്നു വരുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നു. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ നെടുന്തൂണാക്കി നിർത്തിയത് ഈ രാജ്യത്ത് 18 വയസ്സ് പൂർത്തിയായ മുഴുവൻ മനുഷ്യർക്കും വോട്ടവകാശം നൽകിക്കൊണ്ടാണ്. എന്നാൽ ദൗർഭാഗ്യവശാൽ ഈ നാട് ഭരിക്കുന്ന സംഘപരിവാറുകാരൻ നരേന്ദ്രമോദിയും അമിത്ഷായും സംഘപരിവാറുകാരനും ജനാധിപത്യത്തിൽ വിശ്വാസമില്ല. തങ്ങൾ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിനോട് മാത്രം പ്രതിബദ്ധത പുലർത്തി ഈ നാട് നട്ട് നനച്ചു വളർത്തിയെടുത്ത ജനാധിപത്യത്തെ പിൻവാതിലിലൂടെ അട്ടിമറിക്കാൻ ശ്രമിക്കുക. രാഹുൽ ഗാന്ധി ഒരു പത്രസമ്മേളനം നടത്തി. ലോക രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുപോലൊരു പത്രസമ്മേളനം നടന്നിട്ടില്ല. 1.5 മണിക്കൂർ നീണ്ടുനിന്ന പത്രസമ്മേളനം ഈ നാടിന്റെ ജനാധിപത്യത്തെ കോയടിച്ചതാണ് സംഘപരിവാറുകാരനെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള പത്രസമ്മേളനം. തുടർചലനങ്ങൾ ഈ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തുള്ള തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് അട്ടിമറിച്ചുകൊണ്ടാണ് എന്നുള്ള കണക്കുകൾ പുറത്തു വരുന്നു. ജനാധിപത്യത്തെ നോക്കുകുത്തിയാക്കി ഈ നാടിന്റെ ജനാധിപത്യ അവകാശങ്ങളെ ഇല്ലാതാക്കി മുന്നോട്ട് പോകുന്ന സംഘപരിവാറിന്റെ ഈ രാഷ്ട്രീയത്തെ തുടച്ചു മാറ്റുന്നതുവരെ, വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തെ തുടച്ചു മാറ്റുന്നതുവരെ, ജനങ്ങളുടെ വോട്ടവകാശം കട്ടെടുക്കുന്ന സംഘപരിവാറിന്റെ കാപട്യത്തെ തുടച്ചു മാറ്റുന്നതുവരെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പുലരിയിൽ നിൽക്കുന്ന ഈ വേളയിൽ 947 ഈ നിമിഷം ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരും ആത്മാഭിമാനം കൊണ്ട് പുളകിതമായ നിമിഷം. ആ പോരാട്ടത്തിന്റെ ത്യാഗോജ്ജലമായ സ്മരണകൾ മനസ്സിൽ പോറുന്ന ആയിരക്കണക്കായ കോൺഗ്രസ് പ്രവർത്തകരാണ് എനിക്ക് ചുറ്റും തടുത്തു നിൽക്കുന്നത്. അവരുടെയൊക്കെ സാക്ഷി നിർത്തി പറയുവാൻ ആഗ്രഹിക്കുന്നു, ഈ വോട്ടുകളെ ജനാധിപത്യത്തെ അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്ന സംഘപരിവാറിന്റെ വിഭജനത്തിന്റെ പ്രത്യയശാസ്ത്രത്തെ തുടച്ചു മാറ്റുന്നതുവരെ ഒരൊറ്റ കോൺഗ്രസ് പ്രവർത്തകരും വിശ്രമമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പോരാട്ടത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെയും സമരഭടന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. ശ്രീ ഷാഫി പറമ്പിലെത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്കൊപ്പം ഇന്ത്യൻ പാർലമെന്റ് അകത്തും പുറത്തും ഡൽഹിയിലെ തെരുവോരങ്ങളിലും നമ്മൾക്കായി പോരാടുന്ന നമ്മുടെ പ്രിയപ്പെട്ട MP ഷാഫി പറമ്പിലെത്തിയിട്ടുണ്ട്. മഴ നനഞ്ഞുകൊണ്ടാണ് ഷാഫി എത്തിയത് എന്നോർക്കണം. കഴിയുന്നതും കൊട ഓരോരുത്തരും ഒഴിവാക്കുക. ഞാൻ പറഞ്ഞല്ലോ, പേമാരിയാണായാലും കൊടുങ്കാറ്റായാലും ഈ പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. ഇതിൽ മുഖ്യ പ്രഭാഷണം നടത്തുവാൻ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് നമ്മുടെ കോഴിക്കോട്ടുകാരനായി മാറിയ ഷാഫി പറമ്പിൽ MPയെ സമസ്ത ബഹുമാന പുരസ്കാരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, DCC പ്രസിഡന്റ് പറഞ്ഞ ഒരു വാക്ക്, ഒരു വാചകം, മഴയാണെങ്കിലും വെയിലാണെങ്കിലും രാജ്യത്തെ ജനാധിപത്യ വിശ്വാസിക്ക് ഈ പോരാട്ടത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ കഴിയില്ല എന്ന ഉറച്ച പ്രഖ്യാപനം രാജ്യം നടത്തിയിരിക്കുക. പാർലമെന്റിന് മുമ്പിലെ സമരം ഞങ്ങൾ എല്ലാവരും പങ്കെടുത്തു, കണ്ടു. ഇടക്കാലത്ത് വെച്ച് ഇന്ത്യ മുന്നണിയിലേക്ക് ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു നടന്നിരുന്ന ആം ആദ്മി പാർട്ടി വരെ ആ സമരത്തിന്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. ശരത് പവാർ നിങ്ങൾക്ക് അറിയാം, ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിന് ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു.
പക്ഷെ ആ സമരത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ആളുകൾ പറഞ്ഞു അദ്ദേഹത്തോട് ഇതിന്റെ തുടക്കത്തിൽ ഒന്ന് പങ്കെടുത്താൽ മതി, സമരം ബാരിക്കേഡിന്റെ അടുക്കലേക്ക് എത്തുമ്പോ അങ്ങ് പങ്കെടുക്കണമെന്നില്ല എന്ന് സ്നേഹത്തോടെ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ കരുതി പലരും ചെന്ന് പറയുന്നത് കേട്ടു. ഒരടി പോലും അദ്ദേഹം പിൻവാങ്ങിയില്ല. ആ ബാരിക്കേഡ് നിൽക്കുന്ന സമരം അവിടെ ചെന്ന് നിന്നു. അതിന്റെ പുറകിൽ ഈ പറയുന്ന ശരത് പവാർ എന്ന വളരെ സീനിയർ ആയിട്ടുള്ള നേതാവ് ഈ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടിട്ട് അവിടെ ആ സമരത്തിൽ പങ്കെടുക്കുന്ന നമ്മൾ കണ്ടു. മല്ലികാർജുന ഖാർഗേജി ഈ സമരം തുടങ്ങുമ്പോ അതിനെ ആശീർവദിച്ച് പറഞ്ഞയക്കുമെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷെ അദ്ദേഹം ആ സമരത്തിൽ നിന്ന് ഒരു ഇഞ്ചും പുറകോട്ട് പോയില്ല. ആ സമരത്തിൽ ഉടനീളം പങ്കെടുത്തുവെന്ന് മാത്രമല്ല, അറസ്റ്റ് വരിക്കാൻ മുൻപന്തിയിലെ ചില നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോ ആളുകൾ പലരും വിചാരിച്ചു ഇനി ഖാർഗേജിയെ പോലുള്ള സീനിയേഴ്സ് അവര് തിരിച്ചു പോകുമെന്നുള്ളത്. പക്ഷെ അറസ്റ്റ് വരിച്ചുകൊണ്ട് അവിടെ നിന്ന് ആ ബസ്സിനകത്ത് നിന്ന് പോലും പ്രവർത്തകരോട് സമരത്തിന്റെ തീച്ചൂളയിലേക്ക് ഇറങ്ങാൻ ആഹ്വാനം ചെയ്യുന്ന കോൺഗ്രസ് പ്രസിഡന്റ് ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് ഏറ്റവും ആവേശകരമായ ഒരനുഭവമാണ് സമ്മാനിച്ചത്. ചെറുപ്പക്കാരൻ കൂടിയായ അഖിലേഷ് യാദവ് ബാരിക്കേഡിന്റെ മുമ്പിൽ സമരമെത്തിയപ്പോ ഞങ്ങൾ കരുതിയത് അദ്ദേഹം ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുമെന്നുള്ളതായിരുന്നു. പക്ഷെ അദ്ദേഹം ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയല്ല. ഇതിൽ വിട്ടുവീഴ്ചയില്ല, ഒരാളുടെ മുമ്പിൽ മുട്ടുമടക്കില്ലെന്ന് പറഞ്ഞ് ആ ബാരിക്കേഡിന്റെ മുകളിലൂടെ സമരത്തിന് അഗ്രസീവായി കൊണ്ടു നടക്കുന്ന അഖിലേഷ് യാദവിനെ നമ്മൾ കണ്ടു. ഇന്ത്യ ബ്ലോക്കിനകത്ത്, ഇന്ത്യ മുന്നണിക്കകത്ത് മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും നേതാക്കന്മാർ, DMKയുടെ സീനിയർ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ, കനിമൊഴി ഉൾപ്പെടെയുള്ള ആളുകൾ തെരുവിൽ പ്രിയങ്ക ഗാന്ധിയുടെ തോൾ ചേർന്ന് ഈ മുദ്രാവാക്യം ഉയർത്തി നരേന്ദ്രമോദിയുടെ ഏകാധിപത്യത്തിന് കൂട്ടുനിൽക്കില്ല എന്ന് ഉറച്ചു പറയുന്നത് നമ്മൾ കണ്ടു. നിങ്ങൾക്കറിയാം, തൃണമൂൽ കോൺഗ്രസ് അവർ പലപ്പോഴും ഒറ്റയ്ക്ക് സമരം നടത്താറുണ്ട്. അവർ പലപ്പോഴും ഇന്ത്യ മുന്നണിയുടെ സമരങ്ങളുടെ ഭാഗമാവാതിരുന്നിട്ടുണ്ട്. പക്ഷെ തൃണമൂൽ കോൺഗ്രസിന്റെ MP-മാർ ഒറ്റക്കെട്ടായി ഒന്നടങ്കം രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച മുദ്രാവാക്യത്തിനോട് നീതി പുലർത്താൻ ആ സമര തെരുവിലുണ്ടായിരുന്നു. അവിടെ പരിക്കേറ്റ് വീണുപോകുമായിരുന്ന ഒരു തൃണമൂൽ കോൺഗ്രസിന്റെ MP-യെ ചേർത്ത് പിടിച്ച രാഹുൽ ഗാന്ധിയുടെ ചിത്രവും നമ്മൾ കണ്ടു. ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ ആളുകളും, ഇവിടെ നമുക്കറിയാം കേരളത്തിന്റെ മുതലാളി ഇതുവരെ വാതുറന്നിട്ടില്ലെങ്കിലും അവിടുത്തെ CPM-മാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവരവിടെ വന്നിരുന്നു. അവരെല്ലാവരും വന്ന് ആ സമരത്തിന്റെ ഭാഗമാവുന്നത് നമ്മൾ കണ്ടു. കേവലം ഒരു ആരോപണം മാത്രമല്ല, കേവലം ഒരു പത്രസമ്മേളനം മാത്രമല്ല, ഓരോ വസ്തുതകളും അത് നിരത്തിക്കൊണ്ട് യാഥാർത്ഥ്യങ്ങളുടെ പടവാൾ കൊണ്ടാണ് ഈ അന്തിമ പോരാട്ടത്തിന് രാഹുൽ ഗാന്ധി രംഗത്തിറങ്ങിയിട്ടുള്ളത് എന്ന കാര്യത്തിന് നമുക്ക് ആർക്കും ഈ സംശയങ്ങളില്ല. ഇടയ്ക്ക് ഇലക്ഷൻ കമ്മീഷന്റെ കുറെ നനഞ്ഞ പടക്കങ്ങൾ, BJP-ക്കാരുടെ പതിവ് പോലത്തെ ഉണ്ടയില്ലാത്ത ചില വെടികളും അതും പുറത്തു വരുന്നത് കണ്ടു. വന്ന് അവസാനം സോണിയാഗാന്ധിയുടെ വോട്ടിനെ സംബന്ധിച്ചായി അതും നിങ്ങൾക്കറിയാം. പ്രിയപ്പെട്ട TT ഇസ്മായിൽ ഈ സമരത്തിന് പിന്തുണയുമായി എത്തിച്ചേർന്നിട്ട് അദ്ദേഹത്തെ ആർദ്രമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു, അഭിവാദ്യം ചെയ്യുന്നു. സോണിയാഗാന്ധിയുടെ പൗരത്വവും സോണിയാഗാന്ധിയുടെ വോട്ടവകാശവും സോണിയാഗാന്ധിയുടെ ആ സമയത്തെ കരട് പട്ടികയിലെ പേര് വരെ വെച്ചിട്ട് ഇതന്ന് കോൺഗ്രസ് എഴുതി ചേർത്തതല്ലേ എന്ന് പറഞ്ഞ ഒരു ആരോപണവുമായി വന്നു. അതിന്റെ യാഥാർത്ഥ്യവും പുറത്തു വന്നു. ഒരു അപേക്ഷ പോലും സോണിയാഗാന്ധി കൊടുത്തിട്ടില്ല. ആ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്ന ഒരു അപേക്ഷ പോലും കൊടുത്തിട്ടില്ല. ഇന്ദിരാഗാന്ധി കൃത്യമായി അത് തിരിച്ചറിഞ്ഞു. ഇതൊരു ചതിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് സോണിയാഗാന്ധി ഒരു കത്ത് അങ്ങോട്ട് കൊടുത്തു. ഞാൻ അത്തരം ഒരു അപേക്ഷ മുന്നോട്ട് വെച്ചിട്ടില്ല, അതുകൊണ്ട് എന്റെ പേര് ആ കരട് പട്ടികയിൽ വന്നത് അത് നിയമപരമല്ല, അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് കത്ത് കൊടുത്ത സോണിയാഗാന്ധി ഒരു കാര്യം BJP-ക്കാരൻ അറിയണം, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദം കയ്യിൽ വന്നിട്ട് അത് വേണ്ടെന്ന് വെച്ച സോണിയാഗാന്ധി കള്ളത്തരത്തിന് വോട്ട് ചെയ്യാൻ നിൽക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? നരേന്ദ്രമോദി അല്ല, സോണിയാഗാന്ധിയാണ് എന്നുള്ളത് അവര് തിരിച്ചറിയണം.
പിന്നെയും പറഞ്ഞു എന്താ, വയനാട്ടിൽ 3 മൈമൂനമാരുണ്ട്. ആ 3 മൈമൂനെ ഒറ്റ മൈമൂനയാക്കിയിട്ട് പറഞ്ഞു ഒരു മൈമൂനക്ക് 3 സ്ഥലത്തും വോട്ടുണ്ടെന്ന്. ഇന്ന് അതിന്റെ രേഖകളും പുറത്തു വന്നു. എന്താ, അത് ഒരു മൈമൂനയല്ല, അത് 3 അത് ഇത് BJP-ക്കാരുടെ ഏർപ്പാടല്ല, അത് രണ്ടും മറ്റ് വ്യത്യസ്തമാണെന്നുള്ളത് ഇന്ന് അതിന്റെ വാർത്തകൾ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തു കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ഒരു ശ്രീവാസ്തവക്ക് UP വോട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്ന് പിന്നെ പറഞ്ഞിട്ട് UP ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു അങ്ങനെ ഒരു ശ്രീവാസ്തവക്ക് ഇവിടെ വോട്ടേ ഇല്ല എന്ന് കടലാസ് കാണിച്ചു കൊടുത്തു. 24 കരട് പട്ടികയിൽ വോട്ടുണ്ട്, അതിനുശേഷമുള്ള അന്തിമ പട്ടികയിൽ വോട്ടുണ്ട്, അതിനുശേഷമുള്ള ആ സമയത്തുള്ള മുഴുവൻ തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട്. രാഹുൽ ഗാന്ധി ഇത് ഉന്നയിച്ച ശേഷം ഈ വോട്ടൊന്ന് കാണാതായി പോയി. അത് ആരുടെ അസുഖം കൊണ്ടാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. മാത്രമല്ല സോണിയാഗാന്ധിയുടെ 1980 രേഖയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇപ്പൊ ചേർത്തിയ വോട്ടിന്റെയും ചെയ്ത വോട്ടിന്റെയും രേഖയുടെ ഒരു ഡിജിറ്റൽ കോപ്പി ചോദിച്ചാൽ കൊടുക്കാത്തവന്മാര്, ഒരു സ്കാൻ ചെയ്യാൻ പറ്റുന്ന കോപ്പി ചോദിച്ചാൽ കൊടുക്കാത്തവന്മാര് 80 രേഖ തെരഞ്ഞെടുത്ത് കൊടുത്തിട്ട് BJP കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ കൃത്യമായ അർത്ഥങ്ങളുണ്ട് എന്ന് മാത്രമല്ല, നമ്മുടെ പോലും ശ്രദ്ധയിൽ നിന്ന് മാറിപ്പോയ ഒരു സംഭവം, ഇലക്ഷൻ കമ്മീഷണർ രാജിവെച്ചത് ഓർക്കുന്നുണ്ടോ? ഗോയൽ ഒരു ഇലക്ഷൻ കമ്മീഷണർ 2024 മാർച്ചിൽ രാജിവെച്ചു. എന്താണ് പാർലമെന്റ് ഇലക്ഷന്റെ തൊട്ട മുമ്പ് എന്താണ് കാരണമെന്ന് ഇപ്പോഴും ഒരാൾക്കും അറിഞ്ഞൂടാ. അതിന്റെ മുമ്പെയുള്ള മെമ്പർ കാലാവധി തീർന്നിട്ട് രാജിവെച്ചു. അപ്പൊ 3 മെമ്പർമാരുള്ളതിൽ ഒരാള് കാലാവധി തീർന്നപ്പോൾ ഒഴിഞ്ഞുപോയി, മറ്റൊരാൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട മുമ്പ് രാജിവെച്ചു. ബാക്കിയായത് ഒരേ ഒരുത്തൻ ആ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപന വേളയിൽ. എന്നിട്ട് ഇവർക്ക് വേണ്ടപ്പെട്ട 2 പേരെ അവര് പിന്നെ തിരികെ കയറ്റി. ഇപ്പോഴും എന്തെങ്കിലും വ്യക്തതയുണ്ടോ? ആ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അന്ന് രാജിവെച്ചത് എന്താണ്? ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ. അപ്പൊ ഇതിന്റെ പുറകിലൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോ, ഇത് അന്വേഷിച്ച് ചെല്ലുമ്പോ ഒരു കാര്യം വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വോട്ട് കള്ളന്മാർ കപ്പലിൽ തന്നെയാണ് എന്നുള്ളത് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. സംശയങ്ങൾക്കിടയില്ലാത്ത വിധം തിരിച്ചറിയുന്നുണ്ട്. ഇതുവരെ പ്രതികരിക്കാത്തവർ 2 ഉള്ളൂ. പ്രിയങ്കരനായ ഈ സമര പോരാട്ടങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറസ്റ്റ് വരിക്കാനും പോരാടാനും സമരത്തിന് പാർലമെന്റിനകത്തും പുറത്തും ഒക്കെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ നേതൃത്വം നൽകുന്ന പാർലമെന്ററി പാർട്ടിയുടെ പ്രിയപ്പെട്ട സെക്രട്ടറി MK രാഘവൻ അവർ, ഈ കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട ജനനായകൻ, ഈ സംഗമത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന പ്രിയപ്പെട്ട രാഘവേട്ടൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇനി പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ഇത് ഒരു വലിയ പോരാട്ടമാണ്. ഇതൊരു ജനാധിപത്യ സമൂഹത്തിന്റെ പോരാട്ടമാണ്. രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള അധ്വാനം ചില സംഘികൾ ചോദിക്കുക, ഇതിന്റെ തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം കംപ്ലൈന്റ് കൊടുക്കായിരുന്നെന്ന്. ഒരു സ്കാൻ ചെയ്യാമായിരുന്ന കോപ്പി പോലും കൊടുക്കാൻ മടിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ, അവര് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അല്ല, അത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് BJP ആണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് BJP കമ്മീഷനാണ്, ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല. ആ BJP കമ്മീഷന്റെ വാറോല കണ്ടിട്ട് പേടിക്കുകയാണല്ല രാഹുൽ ഗാന്ധി എന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന പേരിൽ ആധാർ കാർഡ് ഉള്ളവന്, പാസ്പോർട്ട് ഉള്ളവന്, എന്തിനധികം പറയുന്നു പലതരത്തിലുള്ള രേഖകളുള്ളവരെയൊക്കെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടുകയാണ്. മരിച്ചു എന്ന് പറഞ്ഞ് എഴുതി തട്ടിയ 10 ആളുകളുടെ കൂടെ ഇന്നലെ രാഹുൽ ഗാന്ധി ചായ കുടിച്ചു. ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടികയിൽ നിന്ന് മരിച്ചെന്ന പേരിൽ വെട്ടിയവരെ രാഹുൽ ഗാന്ധി വിളിച്ചു വരുത്തി ചായ കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്താ പല അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, മരിച്ച ആളുകളുടെ കൂടെ ചായ കുടിക്കുന്നത് ആദ്യമായിട്ടാണ് എന്നുള്ളത് പറഞ്ഞു. അതുപോലുള്ള അട്ടിമറിയാണ്. ഇത് ഗൗരവമുള്ള ഈ രാജ്യത്തെ തകർക്കുന്ന ഒരു വിഷയമാണ്. വെള്ളക്കാരൻ പുറമെ നിന്നാണ് ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ചതെങ്കിൽ BJP-ക്കാരൻ അകത്തു നിന്ന് ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റതിനെയും നമ്മൾ തന്നെയാണ് തോൽപ്പിച്ചത്, ഇവരെയും നമ്മൾ തന്നെ തോൽപ്പിക്കും. അതിന് രാഹുൽ ഗാന്ധി രാജ്യത്തെ നേതൃത്വം നൽകും. ആ പോരാട്ടത്തിന് പിന്തുണയാണ് ഈ മഴ പോലും വകവയ്ക്കാതെ വന്നു ചേർന്ന കോഴിക്കോട്ടെ പാർട്ടി പ്രവർത്തകർ. നിങ്ങൾക്ക് സമരാഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. പ്രിയപ്പെട്ടവരെ, ഈ നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ
നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ പാർലമെന്റിൽ ഈ രാജ്യത്തിലെ ജനാധിപത്യത്തിൽ പോരാടത്തിന് മുമ്പിൽ നിൽക്കുന്ന കോഴിക്കോട്ടെ കോൺഗ്രസുകാരുടെ സ്വകാര്യ അഹങ്കാരം നമ്മുടെ പ്രിയപ്പെട്ട രാഘവേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ 2 വാക്ക് മാത്രം പറഞ്ഞു, 2 വാചകം. ഇത് സ്വാതന്ത്ര്യ രാവാണ്. ഐതിഹാസികമായ ദേശീയ സമരത്തിലൂടെയാണ് വൈദേശികൾ നമ്മൾ കെട്ടുകെട്ടിച്ചത്. ശ്രീ ഷാഫി പറമ്പിൽ പറഞ്ഞതുപോലെ വർത്തമാന കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നത് ഈ ഫാസിസ്റ്റുകളെ ഈ നാടൊന്നും കെട്ടുകെട്ടിക്കാനാണ്. രാഹുൽ അന്ന് നമ്മളെ നയിച്ചത് മഹാത്മാഗാന്ധിയാണെങ്കിൽ ഇന്ന് നമ്മൾ ഉറപ്പിച്ചു പറയുന്നു, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ ദുർഭരണം, ഈ ജനാധിപത്യ ദംശനം നമ്മൾ അവസാനിപ്പിച്ചിട്ട് ത്രിവർണ്ണ പതാക പിടിക്കുന്നവന് വിശ്രമമുള്ളൂ എന്ന് നമ്മൾ പറയുകയാണ്. ഇത് കോഴിക്കോട് കടപ്പുറമാണ്, രക്തസാക്ഷി മണ്ഡലമാണ്. ദേശീയ സമരത്തെ എല്ലാം മറന്ന് എടുത്തു ചാടി രക്തം വരിച്ച ധീരദേശാഭിമാനിയുടെ ഓർമ്മ മണ്ണാണ്. ഇവിടെ നിന്നും നമുക്ക് ഫ്രീഡം സ്ക്വയറിലേക്ക് നീങ്ങാം. നമ്മുടെ ധീരദേശാഭിമാനിയുടെ പൂർവികളുടെ കാൽപ്പിതുകൊണ്ട് പുതിയൊരു പോരാട്ടത്തിന് അണിചേരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ നൈറ്റ് മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഏറെ ബഹുമാന്യനായ ശ്രീ MK രാഘവൻ MP സമിതിയും ക്ഷണിക്കുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് നമ്മൾ ദീപശിഖ പന്തം ഏറ്റുവാങ്ങുന്നത്. National Congress Zindabad! National Congress Zindabad! Rahul Gandhi Zindabad! Rahul Gandhi Zindabad! പ്രിയപ്പെട്ട അധ്യക്ഷൻ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ, കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങളുടെ യുവജനങ്ങളുടെ നേതൃത്വം വഹിക്കുന്ന പ്രിയങ്കരനായ ഷാഫി പറമ്പിൽ MP, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറിമാർ അഡ്വക്കേറ്റ് ജയന്ത്, അഡ്വക്കേറ്റ് PM നിയാസ്, വേദിയിലുള്ള മറ്റ് പ്രിയപ്പെട്ട നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ രാഷ്ട്രം ഇന്ന് 79ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഒരു ധന്യവേളയിലാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നൈറ്റ് മാർച്ച് പ്രഖ്യാപിച്ചത്. പ്രത്യേകിച്ച് ഈ അർദ്ധരാത്രി ലോകം ഉറങ്ങുന്ന അർദ്ധരാത്രി ഭാരതം അതിന്റെ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുകയാണെന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ഉജ്ജ്വലമായ പ്രസംഗം നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യം അടയാളപ്പെടുത്തുന്നതായി ആ പ്രസംഗം മാറുകയാണ്. നാളെ ലോകം മുഴുവനും സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നു. ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി, സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി എങ്ങനെ അധികാരത്തിൽ വന്നു എന്നത് കള്ളവോട്ടുകളുടെയും വ്യാജ വോട്ടുകളുടെയും പിന്തുണ മാത്രമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയ ഒരു സന്ദർഭത്തിലാണ് ഈ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ അത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കും. നരേന്ദ്രമോദി എങ്ങനെ അധികാരത്തിൽ വന്നു എന്നുള്ളത് ഇന്ന് ലോകം മുഴുവനും ബോധ്യമായി കഴിഞ്ഞിരിക്കുക. ജനാധിപത്യം അട്ടിമറിച്ചുകൊണ്ട് ഏകാധിപത്യത്തിലേക്ക് രാജ്യത്തെ നയിക്കുന്ന നരേന്ദ്രമോദിയെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്ന ഒരു പോരാട്ടം കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ആ പോരാട്ടത്തിന്റെ തുടക്കമാണ് ഈ നൈറ്റ് മാർച്ച്. ഇന്ത്യ മുഴുവനും ഇന്ന് നൈറ്റ് മാർച്ചുമായി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും രാജ്യത്തെ BJP, RSS, രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി പോരാടിയ കോൺഗ്രസ് പാർട്ടി അവരെ വളരെ കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടുന്നു. അതുകൊണ്ട് തന്നെ ഈ സമര പോരാട്ടം വിജയിപ്പിക്കാൻ മുന്നോട്ട് വന്ന മുഴുവൻ സഹപ്രവർത്തകരും പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം, ഒരുമിച്ച് മുന്നോട്ട് പോകാം. BJPയുടെ ഈ എല്ലാവിധ ഏകാധിപത്യ പ്രവണതകളെയും തുറന്നു കാണിച്ചുകൊണ്ട് ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി ഏറ്റെടുത്ത ദൗത്യം നമുക്ക് വിജയിപ്പിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്
ഈ നൈറ്റ് മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട മാർച്ച് ആരംഭിക്കുന്നതിന് മുമ്പായി UDF-ന്റെ ഘടകകക്ഷിയുടെ നേതാക്കൾ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇതിന് അഭിവാദ്യം അർപ്പിക്കുവാൻ ഇന്ത്യൻ മതേതരത്വത്തിന്റെ കാവൽഭടന്മാരെന്ന് നമുക്ക് അഭിമാനത്തോടെ വിളിക്കാവുന്ന പാണക്കാട് സാദിഖ് അലി തങ്ങൾ നയിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി TT ഇസ്മായിൽ സംസാരിക്കും. അതുകഴിഞ്ഞ് നമ്മുടെ മാർച്ച് ആരംഭിക്കും. അഭിസംബോധനകളില്ല. ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും കോൺഗ്രസ് പ്രവർത്തകരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഒരു കാര്യം മാത്രം
ലൈറ്റ് വണ്ടിയുടെ മുന്നിലിട്, വണ്ടിയുടെ മുന്നിൽ റൈറ്റിലേക്ക് ഇട്. ലൈറ്റ് വണ്ടി ശ്രദ്ധിക്കുക. ലൈറ്റ് വാഹനം ഒന്ന് സൈഡാക്കി പിടിച്ചാൽ ഈ വാഹനത്തിന് മുന്നോട്ട് പോകാം. ആ ലൈറ്റ് വാഹനമാണ് ഈ വാഹനത്തിന്റെ പുറകിൽ വരേണ്ടത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമര പോരാട്ട പ്രഭാതം ആഞ്ഞുവീശുന്ന കൊടുങ്കാറ്റ് പോലെ ചാല പോലെ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരികയാണ്. ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമര പോരാട്ട പ്രഭാതം ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യം വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി നയിക്കുന്ന ജനാധിപത്യത്തിന്റെ വീണ്ടെടുപ്പിനുള്ള പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മാർച്ചാണ് ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി കടന്നു വരുന്നത്. പ്രസിഡന്റ് നയിക്കുന്ന ഈ മാർച്ചിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ പോരാട്ടത്തിൽ ഇന്ത്യൻ കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട എം പി ശ്രീ എം കെ രാമരാജൻ, വടകരയുടെ എം പി ശ്രീ ഷാഫി പറമ്പിൽ, KPCCയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് UDF ജില്ലാ ചെയർമാൻ കെ ഭാരനാരായണൻ, KM അഭിജിത്ത്, വിദ്യാ ബാലകൃഷ്ണൻ തുടങ്ങി നേതാക്കന്മാർ ഈ മാർച്ചിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ ജനാധിപത്യം വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിൽ വോട്ടുകൾ കൊണ്ട് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിക്ക് ഇന്ത്യ രാജ്യത്ത് ഭരിക്കാൻ നാട്ടുകാരുടെ ഭരണത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഈ രാജ്യത്ത് പ്രിയപ്പെട്ടവരെ ഇന്ത്യയുടെ പ്രിയപുത്രൻ ശ്രീ രാഹുൽ ഗാന്ധി നയിക്കുന്ന ജനാധിപത്യ വീണ്ടെടുപ്പിനുള്ള പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഐക്യരാഷ്ട്രീയ മോർച്ച ഇതാ രക്തസാക്ഷിമണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച് വീടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മോർച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അമരക്കാരൻ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ മുൻനിരയിലിരുന്നുകൊണ്ട് പ്രിയപ്പെട്ട പാർലമെന്റ് അംഗങ്ങൾ, പ്രിയപ്പെട്ട കോഴിക്കോടിന്റെ എം പി ശ്രീ രാമരാജൻ, വടകരയുടെ പാർലമെന്റ് അംഗം ഷാഫി പറമ്പിൽ, KPCCയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ സേന്ദ്, മുൻ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ കെ ായിക്കൊണ്ടു വരികയാണ്. അനുഗ്രഹിക്കുക, പ്രിയമുള്ളവരെ ആശീർവദിക്കുക. ഈ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനായുള്ള പോരാട്ടത്തിൽ പങ്കാളികളാവുക. ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വം സൗഹാർദ്ദ മാനവികതകൾ തച്ചു തകർന്നു. ഈ രാജ്യത്തിന്റെ മണ്ണിലക്ക് മുറിക്കാൻ വർഗീയതയുടെ കച്ചുകെട്ടി ഇറങ്ങിയ സിംഗ് പരിവാർ ഫാസിസത്തോട് നോ കോംപ്രമൈസ് എന്ന് വിളിച്ചോതുകൊണ്ട് കള്ള വോട്ടുകൾക്ക് നേടി
കള്ളവോട്ടുകൾ കൊണ്ട് രാജ്യം ഭരിച്ചു രാജ്യത്തെ കെട്ടുപിടിച്ചു രാജ്യത്ത് തകർത്തെറിയാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി എന്ന നരഭൂഷിയോട് പിടിച്ചോടിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ തെരുവീതികളിൽ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി രാജ്യത്തിന്റെ ജനാധിപത്യത്തെ സംരക്ഷണത്തിന് വേണ്ടി പോരാട്ടം നടത്തുന്ന രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ രാഹുൽ ഗാന്ധിയോട് തോൽക്കാൻ രാഹുൽ ഗാന്ധി കൈകളായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് കോഴിക്കോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രൗഢഗംഭീരമായ ഐതിഹാസികമായ റൈറ്റ് മാർച്ച് ഇതായി വാഹനത്തിന്റെ തൊട്ട് പിറകിലായി രാജനീതികളെ ധന്യമാക്കിക്കൊണ്ട് വലുതാരകളെ ധന്യമാക്കിക്കൊണ്ട് കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അനുമോദനത്തിലായിരം ചങ്ങുകൾ സമരങ്ങൾ സമർപ്പിക്കുക. കള്ളവോട്ടുകൾ നേടി രാജ്യത്തിന്റെ ഭരണകേന്ദ്രത്തിലേക്ക് കടന്നു വന്ന് മുൻപെന്ന മഹിതമായ രാജ്യത്തിന്റെ മതേതര പൈതൃകത്തിന്റെ കണക്കിൽ കത്തിവെച്ചു. ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വവും മതസൗഹാർദ്ദവും മാനവികതയും തകർത്തെറിഞ്ഞ് രാജ്യത്തിന്റെ മണ്ണിനെ കീറിമുറിക്കാൻ വർഗീയ സംഘപരിവാര ഫാസിസം ശ്രമിച്ചപ്പോൾ നിലപാടുകളുമായി ഇന്ത്യ രാജ്യത്തിന്റെ തെരുവീടുകളിൽ മഞ്ഞെന്നോ മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ ഓടിച്ചെറിയുന്ന പേമാരിയെയും ഇടിമിന്നലുകളെയും മകന്നു മാറ്റിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ തെരുവീടുകളിൽ പോരാട്ടം നടത്തുന്ന രാഹുൽ ഗാന്ധി എന്ന ഈ രാജ്യത്തിന്റെ കാവൽ മാലാകട്ടെ, ഈ രാജ്യത്തിന്റെ കാവൽ മാലാകട്ടെ, ഈ രാജ്യത്തിന്റെ കാവൽ മാലാകട്ടെ. രാഹുൽ ഗാന്ധി കൈച്ചലാട്ടം പ്രഖ്യാപിച്ചുകൊണ്ട് കോഴിക്കോടിന്റെ മണ്ണിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പോരാട്ട പ്രഭാകരമാണ്. ഈ വാഹനത്തിന്റെ തൊട്ടു പിറകിലായി രാജനീതികളെ ധന്യമാക്കിക്കൊണ്ട് പോരാട്ട വീരത്തിന്റെ ചരിത്രം പേറുള്ള മണ്ണിലൂടെ ഇതായി വാഹനത്തിന്റെ തൊട്ടു പിറകിലായി നടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അനുമോദനത്തിനുള്ള ചെണ്ടുകൾ സബലകം സമർപ്പിക്കുക. ഇന്ത്യ രാജ്യത്തിന്റെ മഹിതമായ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ കണക്കിൽ കല്ലിടച്ചവരോട്, ഈ രാജ്യത്തിന്റെ മണ്ണിനെ തകർത്തെറിഞ്ഞവരോട് 79ാമത്തെ സ്വാതന്ത്ര്യത്തിന്റെ പാതിരാത്രിയിലാണ് ഈ രാജ്യത്തിന്റെ മതേതരത്വവും ഈ രാജ്യത്തിന്റെ മതസൗഹാർദ്ദവും ഈ രാജ്യത്തിന്റെ മാനവൈക്യവും തകർത്തെറിയാൻ ശ്രമിക്കുന്ന വർഗീയ ഫാസിസത്തോട് കള്ളവോട്ടുകൾ നേടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും ബിജെപികളെ കമ്മീഷനാക്കി മാറ്റി ഈ രാജ്യത്തിന്റെ മണ്ണിനെ തകർത്തെറിയാൻ ശ്രമിച്ചവരോട് സന്ധികില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ പൊതുവീതികളെ പോരാട്ടത്തിന്റെ പോർക്കളങ്ങളാക്കി മാറ്റി മണ്ണെന്ന് വകയുമെന്ന് വെയിലൊന്നുമില്ലാതെ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഇന്ത്യ രാജ്യത്തിന്റെ തെരുവീതികളിൽ പോരാട്ടം നടത്തുന്ന രാഹുൽ ഗാന്ധി എന്ന ഈ രാജ്യത്തിന്റെ കാവൽ മാലാകത്ത്, ഈ രാജ്യത്തിന്റെ കാവൽ മാലാകത്ത്, ഈ രാജ്യത്തിന്റെ കാവൽ മാലാകത്ത് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ ഈ രാജ്യത്തിന്റെ തെരുവീതികളിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമര പോരാട്ട പ്രഭാകരനായി രാവിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 29ാം സ്വാതന്ത്ര്യത്തിന്റെ തലേ ദിവസം ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും സംരക്ഷിക്കുവാനുള്ള ഈ പോരാട്ടത്തിൽ നിങ്ങളും നിങ്ങളും പങ്കാളികളാവുക. ഈ രാജ്യത്തിന്റെ തെരുവീതികളിൽ ഈ രാജ്യത്തിന്റെ തെരുവീതികളിൽ ഇന്ത്യ എന്ന മഹിതമായ രാജ്യത്തിന്റെ വേണ്ടി ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഈ
ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ മതസൗഹാർദ്ദത്തിന് വേണ്ടി, ഇന്ത്യ എന്ന മഹിതമായ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ പേമാരിയെ പോലെ പെയ്യുന്ന പേമാരിയിലും അഞ്ഞുവശുന്ന കൊടുങ്കാറ്റിലും പതരാത്ത പാദത്തോടെ, തകരാത്ത ചിത്രത്തോടെ, തളരാത്ത പാദത്തോടെ ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ ഇന്ത്യ എന്ന മഹിതമായ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പോരാട്ടം നടത്തുന്ന ഈ രാജ്യത്തിന്റെ കാവൽമാരാക ഇന്ത്യയുടെ നിലനിൽപ്പിനായി, ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനായി പോരാട്ടം നടത്തുന്ന ഇന്ത്യയുടെ പ്രിയങ്കരനായ കാവൽമാരാക രാഹുൽ ഗാന്ധി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിയോടൊപ്പം ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ വീണ്ടും ഉറക്കെ പ്രഖ്യാപിച്ചു. ഈ രാജ്യത്തിന്റെ മതേതരത്വവും, ഈ രാജ്യത്തിന്റെ മതസൗഹാർദ്ദവും, ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും കണ്ണുല കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ മരണം മുന്നിൽ കണ്ടാലും ശരി ഞങ്ങളുണ്ടെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കൊടി വാളിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമര പോരാട്ട പ്രഭാതം നൈറ്റ് മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി ഈ രാജവീതികളെ ധന്യമാക്കിക്കൊണ്ട്, ഈ വകിത്താരകളെ ധന്യമാക്കിക്കൊണ്ട് ഒട്ടനവധി യുദ്ധ പോരാട്ടങ്ങളുടെ വൈദേശികാധിപത്യത്തിനെതിരെയുള്ള സമര പോരാട്ടങ്ങൾ കൊണ്ട് വിടമണിഞ്ഞ കോഴിക്കോടിന്റെ ചരിത്രമുറങ്ങുന്ന മണ്ണിലൂടെ, അറബിക്കടലിന്റെ സമാന്തരമായി ചരിത്രേതിഹാസങ്ങളുടെ കഥ പറയുന്ന മണ്ണിലൂടെ ടിപ്പുവിന്റെയും പഴശ്ശിയുടെയും കുഞ്ഞാലുമരക്കാർമാരുടെയും പോരാട്ട വീരത്തിന്റെ ചരിത്രം പേരുന്ന മണ്ണിലൂടെ, ചരിത്രേതിഹാസങ്ങളുടെ കഥ പറയുന്ന മണ്ണിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമര പോരാട്ട പ്രവാഹമിത വാഹനത്തിന്റെ തൊട്ടുപിറകിലായി രാജവീതികളെ ധന്യമാക്കിക്കൊണ്ട് കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അനുമോദനത്തിന്റെ രാഗിരം പൂച്ചെണ്ടുകൾ സവനകം സമർപ്പിക്കുക. ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും ലോകവിധിയാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും സ്വാധീനിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷനാക്കി മാറ്റി കള്ളവോട്ടുകളിലൂടെ ഈ രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുത്ത് ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ഘടകയിൽ കത്തിവെക്കാൻ ശ്രമിക്കുന്ന വർഗീയ സംഘപരിവാർ നോ കോംപ്രമൈസ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ, ഈ രാജ്യത്തിന്റെ മതേതരത്തെ സംരക്ഷിക്കാൻ ഈ രാജ്യത്തിന്റെ ഒരു മനുഷ്യരുണ്ട്. ഈ രാജ്യത്തിന്റെ തെരുവീതികളിലൂടെ ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിലെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ, ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനായി ഈ രാജ്യത്തിന്റെ തെരുവീതികളിലൂടെ നടന്നു നീങ്ങിയ ഇന്ത്യയുടെ കാവൽക്കാരൻ, ഈ രാജ്യത്തിന്റെ പ്രിയപ്പെട്ട കാവൽക്കാരൻ രാഹുൽ ഗാന്ധി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ജനാധിപത്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ, ഈ രാജ്യത്തിന്റെ മതേതരത്വവും മതസൗഹാർദ്ദവും തകർത്തെറിയാൻ ശ്രമിക്കുന്ന സംഘപരിവാര ഭാഷത്തോട് സന്ധികില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമര പോരാട്ട പ്രഭാതം ആഞ്ഞുവീശുന്ന കൊടുങ്കാറ്റ് പോലെ, ആളിപ്പടരുന്ന തീച്ചാല പോലെ പ്രതിഷേധത്തിന്റെ 1000 അഗ്നിജ്വാലകളുമായി ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി ഇപ്പൊവിന്റെയും പകശികതയും കുഞ്ഞാലുമരക്കാർമാരുടെയും പോരാട്ട വീരത്തിന്റെ ചരിത്രം പേറുന്ന അറബിക്കടലിന് സാക്ഷി നിർത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ മതേതരത്വവും, ഈ രാജ്യത്തിന്റെ മതസൗഹാർദ്ദവും, ഈ രാജ്യത്തിന്റെ മാനവികതയും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് നിരക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമര പോരാട്ടമിത കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച നൈറ്റ് മാർച്ച് കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അനുമോദനത്തിന്റെ രാജ്യം സമരങ്ങൾ സമർപ്പിക്കുക. ജാതിയുടെ മതത്തിന്റെ വർഗത്തിന്റെ വർണ്ണത്തിന്റെ പേരിൽ ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിനെ കീഴ്പിടിക്കാൻ ശ്രമിച്ചവർ, ഈ രാജ്യത്തിന്റെ തെരുവീതികളിൽ ചോരക്കളമാക്കിയവർ, വർഗീയ ഭാഷം സംഘപരിവാര ഭാഷം ഈ രാജ്യത്തിന്റെ മണ്ണിനെ കീഴ്പിടിക്കാൻ ശ്രമിച്ചവർ, ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ കടകളിൽ കൽപ്പിടുക്കാൻ ശ്രമിച്ചവർ, അറിവിന്റെ പുറയാണ് ആർജവമില്ല ഭാരിന്റെ ശബ്ദങ്ങളുമായി ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും നോക്കിയാക്കി നല്ല വോട്ടുകളുമായി ഈ രാജ്യത്തിന്റെ അധികാര സോപാനത്തിലേക്ക് കടന്നു വന്ന് ഇന്ത്യൻ മഹിതമായ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ കടകളിൽ കെട്ടിവെക്കാൻ ശ്രമിച്ച വർഗീയ സംഘപരിവാര ഭാഷത്തോട് ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞ് ഈ രാജ്യത്തിന്റെ തെരുവീതികളിലൂടെ നടന്നു നീങ്ങിയ മനുഷ്യരുണ്ട്.
ഈ രാജ്യത്തിന്റെ തെരുവീതികളിലൂടെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ കാവലാലാകയായി ഇന്ത്യ രാജ്യത്തിന്റെ തെരുവീതികളിൽ മഞ്ഞുന്നോ മഴയുന്നോ വെയിലുന്നോ ഇല്ലാതെ ഈ രാജ്യത്തിന്റെ തെരുവീതികളിലൂടെ നടന്നു നീങ്ങിയ ഈ രാജ്യത്തിന്റെ പ്രിയപ്പെട്ട കാവലാലാക രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഈ രാജ്യത്തിന്റെ മതേതരത്വം, ഈ രാജ്യത്തിന്റെ ജനാധിപത്യം, ഈ രാജ്യത്തിന്റെ ഐക്യത്തെയും തകർച്ചറിയാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്നാണ് ജനത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മാർച്ച് വിഭാഗനത്തിന്റെ പെട്ടുപെറുകളായി കടന്നു വരികയാണ്. വിഭാഗനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, പ്രിയപ്പെട്ടവരെ ആശീർവദിക്കുക, അനുമോദനം കൊണ്ട് 1000 ചെല്ലുകൾ നൽകുക. ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ കരകൾ കടത്തിവെച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും കൊണ്ടുപിടിച്ചു. BJP തെരഞ്ഞെടുപ്പ് കമ്മീഷനാക്കി മാറ്റി നല്ല വോട്ടുകളുമായി ഈ രാജ്യത്തിന്റെ അധികാര സോപാനത്തിലേറി ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിന് തകർത്തെറിയാൻ ശ്രമിക്കുന്ന വർഗീയ സംഘ പരിവാരത്തോട് സന്ധികളിൽ നിന്നുറക്കെ പ്രഖ്യാപിച്ചു. ഈ രാജ്യത്തിന്റെ തെരുവീതികളിൽ മഞ്ഞെന്നോ മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ ഈ രാജ്യത്തിന്റെ തെരുവീതികളിൽ ഇന്ത്യ എന്ന ഭഗിതമായ രാജ്യം രാഹുൽ ഗാന്ധി അഭിവാദ്യങ്ങൾ. രാജ്യത്തിന്റെ കാവൽക്കാര്, രാജ്യത്തിന്റെ കാവൽക്കാര് അങ്ങ് നയിക്കൂ ഇന്ത്യ. മോദി ഭരണത്തുലയട്ടെ, മോദി ഭരണത്തുലയട്ടെ. രാജ്യത്തിന്റെ സംരക്ഷണം രാഹുൽ ഗാന്ധി നയിക്കട്ടെ. പ്രിയപ്പെട്ടവർ, ഏത് നിമിഷവും എപ്പോഴും പോരാട്ടത്തിന് തയ്യാറെടുക്കുക എന്നൊരൊറ്റ ആഗ്രഹം മാത്രം നിങ്ങളുമായി പ്രകടിപ്പിച്ചുകൊണ്ട്, ഏറ്റൊരു നിർദ്ദേശം മാത്രം നിങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഈ നൈറ്റ് മാർച്ച് അവസാനിക്കുകയാണ്. ഈ പ്രതികൂലമായ കാലാവസ്ഥയിലും ജില്ലയിലെ വിവിധങ്ങളായ ദേശങ്ങളിൽ നിന്ന് മൈലുകൾ താണ്ടി ഇതിനായി ഇവിടെ എത്തിയ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെയും ജില്ലയിലെ കോൺഗ്രസിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ദേശീയഗാനം പാടിക്കൊണ്ട് ഈ ചടങ്ങ് ഈ ജാഥ എത്തിക്കഴിഞ്ഞാൽ, ജാഥ വരുന്നതേയുള്ളൂ, മാർച്ച് വരുന്നുള്ളൂ, വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് ദേശീയഗാനം പാടി ഈ മാർച്ച് അവസാനിക്കും. അല്പസമയം കൊണ്ട് മാർച്ച് എത്തിച്ചേരും. നമ്മുടെയൊക്കെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള പ്രവർത്തകരുടെ പങ്കാളിത്തമാണ് ഈ മാർച്ചിലുണ്ടായിരിക്കുന്നത്. പ്രിയപ്പെട്ട എല്ലാവരും എത്തിക്കഴിഞ്ഞ് ഉറപ്പായി കഴിഞ്ഞാൽ പന്തം കെടുത്തുക. പന്തം കെടുത്തിയതിനു ശേഷം നമുക്ക് ദേശീയഗാനം പാടാം. മാർച്ചിനും എത്തിയിട്ടില്ല, നമ്മുടെ പ്രവർത്തകർ വരുന്നതേ ഉള്ളൂ. നമ്മുടെ പ്രവർത്തകർ ഇപ്പോഴും മാർച്ചിലാണ്, എത്തിയിട്ടില്ല. നമ്മുടെ പ്രവർത്തകർ വരുന്നതേ ഉള്ളൂ. ദേശീയഗാനം ഒരു വിട്ട് ആ പന്തങ്ങളൊക്കെ കെടുത്തണം, എല്ലാ പന്തങ്ങളും കെടുത്തണം. ദേശീയ ഗാനം ചെല്ലുന്നതിന് മുമ്പ് എല്ലാ പന്തങ്ങളും കെടുത്തണം. പ്രിയമുള്ളവരെ, എല്ലാവരും പന്തം കെടുക്കുക. ആരുടെ കയ്യിൽ പന്തമുണ്ടോ? ഓക്കെ, ദേശീയഗാനം. ജനഗണമന അതിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത, പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ, വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജല
ഓഫാക്കല